പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളമൊട്ടാകെ LDFിൻ്റെ പ്രതിഷേധം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പൗരത്വ നിയമ ഭേദഗതി ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരിച്ചാണെന്നൊരു വിമർശനമുണ്ട്. അല്ല, അത് ശരിയല്ല. പൗരത്വ പ്രശ്നം ന്യൂനപക്ഷ പ്രശ്നം മാത്രമല്ല. കേരളത്തിൽ നേരിട്ടിപ്പോൾ അത് ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഈ വരാനിരിക്കുന്ന NRCയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ ആസാമിലുണ്ടായതുപോലെ ആസാമിൽ 19 ലക്ഷത്തോളം ആളുകളെയാണ് പൗരത്വം നിഷേധിക്കപ്പെട്ടത്. ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നില്ല. ഏതാണ്ട് 12 ലക്ഷത്തോളം വരുന്ന ഇതര സമുദായക്കാർ പോലും പൗരത്വം നിഷേധിക്കപ്പെട്ട സ്ഥിതി വരാൻ നിലവിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണോ? ഇതിനെപ്പറ്റി ശരിക്കും ഇപ്പോഴും ആർക്കും ഒരു പിടുത്തം കിട്ടിയില്ല. എന്താ പിടുത്തം കിട്ടാത്തത്? പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിലാണോ പിടുത്തം കിട്ടാത്തത്, അതോ പൗരത്വ നിയമ ഭേദഗതിയിലാണ്? കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നതിനെ പറ്റി ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. കാരണം അതൊരു സംസ്ഥാനത്തിന് മാത്രം തീരുമാനിക്കാൻ പറ്റിയ കാര്യമാണോ എന്നും അതും അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു കളിയുണ്ട്. അതാണ് വോട്ടാണ് ലക്ഷ്യം. വോട്ടാണ് നോട്ടം ആണോ? അങ്ങനെ ഒന്നുമില്ല. കാരണം ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു തീരുമാനമല്ലേ, നമുക്കിപ്പോ ഒരു കേരളം മാത്രം ഇതിൽ എടുത്തു പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണോ? ഓക്കെ.